ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. 2ാമത്തെ യൂണിറ്റിന്റെയും 1ാമത്തെ യൂണിറ്റിന്റെയും ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക. അപ്പോൾ നമ്മുടെ മാത്സ് മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റ് ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിന്റെ യൂണിറ്റ് ടെസ്റ്റ് ക്ലാസ്സുകൾ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് 3ാമത്തെ പാഠം, നമ്മുടെ 3rd യൂണിറ്റ് അധികമായ. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ 3ാമത്തെ യൂണിറ്റ് അധികമായാൽ. അപ്പൊ എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടല്ലേ? നമ്മുടെ എന്താ പെരുവയറൻ രാജാവിന്റെ കഥ പഠിച്ചില്ലേ? അപ്പൊ നമ്മൾ പെരുവയറൻ രാജാവാണ് ഇവിടെ ഇരിക്കുന്നത്. കതിരണി രാജ്യത്തെ രാജാവ് പെരുവയറൻ രാജാവ്. തീറ്റയോട് തീറ്റ, ചോറും കറിയും പലഹാരങ്ങളും പഴങ്ങളും വാരി വലിച്ചു തിന്നും. മാമ്പഴം എത്രേ? അപ്പൊ 1ാമത്തെ ടോപ്പിക് എന്താ? മാമ്പഴം എത്ര മാമ്പഴമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. 2 കൂട മാമ്പഴം രാജാവിന്റെ മുന്നിലെത്തി. 1ാമത്തെ കൂടയിൽ എത്ര മാമ്പഴം ഉണ്ട്? 60 എണ്ണം അല്ലെ. 2ാമത്തെ കൂടയിൽ 30 എണ്ണം. ആകെ എത്ര മാമ്പഴം? അപ്പൊ ആകെ കാണാൻ എന്താ ചെയ്യേണ്ടത്? ആകെ കാണാൻ നമ്മൾ എപ്പോഴും ആകെ കാണുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് ആണ് ചെയ്യേണ്ടത്, കൂട്ടുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ബാക്കിയാണ് ചോദിക്കുന്നതെങ്കിലോ മൈനസ് ചെയ്യണം. ഓക്കെ, കുറയ്ക്കണം. അപ്പൊ ഇവിടെ ആകെയാണ് കാണേണ്ടത് അല്ലേ? ആകെ മാമ്പഴം പറയുമ്പോൾ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. ഏതൊക്കെ തമ്മിലാണ് നമ്മൾ പ്ലസ് ചെയ്യേണ്ടത്? ആദ്യത്തെ 1ാമത്തെ കൂടയിൽ 60 എണ്ണവും 2ാമത്തെ കൂടയിൽ 30 എണ്ണവും കൂടെ പ്ലസ് ചെയ്യുക. 60 + 30, 60 30 കൂടെ കൂട്ടിയാൽ എങ്ങനെയാണ് ചെയ്യുക? എങ്ങനെ പ്ലസ് ചെയ്യുക? ഇവിടെ ആദ്യം ഈ സൈഡിലുള്ള 2 സീറോകൾ തമ്മിൽ എന്ത് ചെയ്യണം? കൂട്ടി താഴെ എഴുതുക. 0 + 0 0, 2 0 കൂടെ കൂട്ടിയാൽ 0, 6ഉം 3ഉം കൂടെ കൂട്ടുക. ഉത്തരം എന്താ? 9. അപ്പൊ ആകെ എത്ര മാമ്പഴമാണ് ഉള്ളത്? 90. രാജാവ് കുറെ മാമ്പഴം കഴിച്ചു. 1ാമത്തെ കൂടയിൽ 10ഉം 2ാമത്തേതിൽ 5ഉം മാമ്പഴമേ ബാക്കിയുള്ളൂ. അപ്പൊ ബാക്കി എത്രയോ മാമ്പഴം രാജാവ് കഴിച്ചു അല്ലേ? 1ാമത്തെ കൂടയിൽ നിന്നും കുറെ മാമ്പഴം കഴിച്ചു, 2ാമത്തെ കൂടയിൽ നിന്നും കുറെ മാമ്പഴം കഴിച്ചു. അവസാനം 1ാമത്തെ കൂടയിൽ എത്ര മാമ്പഴം ബാക്കിയുണ്ട്? 10 എണ്ണം ഉണ്ട്. 2ാമത്തെ കൂടയിൽ 5 മാമ്പഴം മാത്രം ബാക്കിയുള്ളൂ. രാജാവ് ആകെ എത്ര മാമ്പഴം കഴിച്ചു? അപ്പൊ എന്ത് കണ്ടുപിടിക്കണം? രാജാവ് എത്ര മാമ്പഴമാണ് ആകെ കഴിച്ചതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതില് 1ാമത്തെ കൂടയിൽ നിന്ന് എത്ര എണ്ണം കഴിച്ചു, 2ാമത്തെ നിന്ന് എത്ര എണ്ണം കഴിച്ചു, ആകെ കഴിച്ചത്, അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം അതിന്റെ എങ്ങനെ കണ്ടെത്തുന്ന രീതി എഴുതാം. ആകെ മാമ്പഴങ്ങൾ എത്രയാണ്? 90. നമ്മൾ കണ്ടുപിടിച്ചില്ല. 60 30 കൂടെ കൂട്ടി 90 കിട്ടി. ബാക്കിയുള്ള മാമ്പഴങ്ങൾ എത്രയാണ്? ബാക്കിയുള്ളത് ഇവിടെ പറയുന്നുണ്ട് 10ഉം 5ഉം. 10ഉം 5ഉം കൂടെ കൂട്ടു. ഉത്തരം എത്ര? 10 10 + 5 15 ആണ് അല്ലെ? 10 + 5 15. രാജാവ് കഴിച്ച മാമ്പഴങ്ങൾ, അപ്പൊ ആകെ മാമ്പഴം ഇവിടെ എഴുതണം. ആകെ മാമ്പഴങ്ങൾ 10 + 5 നമ്മൾ എഴുതിയിട്ടുണ്ട്. 10 + 5 10ഉം 5ഉം കൂടെ കൂട്ടിയാൽ ഉത്തരം എന്താണ്? 15 ആണ് ഉത്തരം. രാജാവ് കഴിച്ച മാമ്പഴങ്ങൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആകെയുള്ള മാമ്പഴം 90 ആണെന്ന് ഇവിടെ ഉണ്ട് അല്ലെ? ആകെയുള്ള 90ൽ നിന്നും 15 മൈനസ് ചെയ്യുക, കുറയ്ക്കുക. 90 - 15 ഉത്തരം എന്താണ്? 75. കുറച്ചപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയില്ലേ? അപ്പൊ 1ാമത്തെ കൂടയിൽ നിന്ന് എത്ര കഴിച്ചു? 1ാമത്തെ കൂടയിൽ 60 എണ്ണം ഉണ്ട്. 60 എണ്ണത്തിൽ നിന്ന് 10 എണ്ണമാണ് ബാക്കിയുള്ളത് അല്ലെ? 60 നിന്ന് 10 മൈനസ് ചെയ്ത് നോക്കുക, കുറച്ച് നോക്കുക. 60ൽ നിന്നും 10 കുറയ്ക്കുമ്പോൾ ഉത്തരം എന്ത് കിട്ടും? 50. അതേപോലെ 2ാമത്തെ കൂടയിൽ 30 എണ്ണം ഉണ്ട്. 30 എണ്ണം ബാക്കി 5 ഉണ്ട്. അപ്പൊ 30ൽ നിന്ന് 5 കുറയ്ക്കുന്ന സമയത്ത് ഉത്തരം എന്താ? 25. അപ്പൊ ആകെ എത്ര മാമ്പഴമാണ് കഴിച്ചത്? 50ഉം 25ഉം കൂടെ കൂട്ടുക. കൂട്ടുന്ന സമയത്ത് ആദ്യം ഒന്നുകൾ തമ്മിലാണ് കൂട്ടേണ്ടത്. 0ഉം 5ഉം കൂട്ടിയാൽ ഉത്തരം എന്താ? 5. 5ഉം 2ഉം കൂട്ടിയാൽ ഉത്തരം 7. അപ്പൊ ആകെ എത്ര മാമ്പഴം കഴിച്ചു? 75. ഇനി നമുക്ക് എങ്ങനെയാണ് കണ്ടെത്തുന്ന രീതി ഒന്നും കൂടി വിശദീകരിച്ച് പറയാം. 1ാമത്തെ കൂടയിൽ മാമ്പഴങ്ങളുടെ എണ്ണം 60, 2ാമത്തെ കൂടയിൽ മാമ്പഴങ്ങളുടെ എണ്ണം 30. രാജാവ് കഴിച്ചതിന് ശേഷം 2 കൂടയിലും എത്രയുണ്ട് നമുക്ക് നോക്കാം. രാജാവ് കഴിച്ചതിന് ശേഷം 1ാമത്തെ കൂടയിൽ 10ഉം 2ാമത്തെ കൂടയിൽ 6ഉമാണ് ഉള്ളത് അല്ലെ? 6അല്ല, 2ാമത്തെ കൂടയിൽ ബാക്കി എത്രയുണ്ടെന്നാ പറയുന്നത്? 5 ആണ് പറയുന്നത്. 2ാമത്തെ കൂടയിൽ 5 ആണുള്ളത്. അപ്പൊ ഇവിടെ എന്താണ്? 5 എന്ന് എഴുതണം. 2ാമത്തെ കൂടയിൽ ബാക്കിയുള്ളത് 5 ആണ് അല്ലെ? 5 ആണ് കേട്ടോ, 6അല്ല. 5 മാമ്പഴമാണ് 2ാമത്തെ കൂടയിൽ ബാക്കിയുള്ളത്. അപ്പൊ രാജാവ് കഴിച്ച മാമ്പഴങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? 1ാമത്തെ കൂടയിൽ 60ൽ നിന്ന് 10 കുറയ്ക്കുക. 60ൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ എത്ര ഉത്തരം? 50. അതേപോലെ 2ാമത്തെ കൂടയിൽ നിന്ന് നമ്മൾ എത്ര കുറച്ചു? 2ാമത്തെ കൂടയിൽ നിന്ന് 30 എണ്ണത്തിൽ നിന്ന് എത്ര കുറച്ചത്? 5 കുറയ്ക്കുക. 30ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ ഉത്തരം എന്താ കിട്ടിയത്? 25 കിട്ടി അല്ലെ? 25. ഓക്കെ, ഇപ്പൊ 2ാമത്തെ കൂടയിൽ 25 എണ്ണം, 1ാമത്തെ കൂടയിൽ 50 എണ്ണം ഉണ്ട്. രാജാവ് കഴിച്ച മാമ്പഴങ്ങളുടെ എണ്ണം എത്രയാണ്? രാജാവ് കഴിച്ച മാമ്പഴങ്ങളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്യണം? 50 ബാക്കിയുള്ള, അതായത് നമ്മളിവിടെ കിട്ടിയ ആൻസർ അല്ലെ? 50ഉം 25ഉം കൂടെ കൂട്ടുക. 50ഉം 25ഉം കൂട്ടിയപ്പോൾ നമ്മൾ എങ്ങനെ കൂട്ടേണ്ടത് നമ്മൾ കാണിച്ചു തന്നു. 50 25 കൂട്ടിയ ഉത്തരം എത്ര കിട്ടി? 75. അടുത്ത ടോപ്പിക് മധുര പലഹാരം.
രാജാവ് ലഡ്ഡു കഴിക്കാൻ തുടങ്ങി. അപ്പൊ മാമ്പഴം കഴിച്ചതിന് ശേഷം രാജാവ് എന്ത് കഴിക്കാൻ തുടങ്ങി? ലഡ്ഡു കഴിക്കാൻ തുടങ്ങി. 10 ലഡ്ഡു വീതമാണ് പാത്രങ്ങളിൽ ഉള്ളത്. അത് നോക്കിക്കേ, ഒരു പാത്രത്തിൽ 10 ലഡ്ഡു ഉണ്ട്. അപ്പൊ ഇവിടെ എത്ര പാത്രം ഉണ്ട്? 1 2 3 4 5 6 7 8 9. എത്ര പാത്രം ഉള്ളത്? 9 പാത്രം അല്ലേ? 9 പാത്രം ഉണ്ട്. രാവിലെ 4 പാത്രങ്ങളിലേത് മുഴുവനും അഞ്ചാമത്തതിൽ നിന്ന് 6 എണ്ണവും കഴിച്ചു. എങ്ങനെയാ രാവിലെ കഴിച്ചത്? ഈ 4 പാത്രത്തിൽ നിന്നുള്ള മുഴുവനും കഴിച്ചു. 4 പാത്രത്തെ മുഴുവനും കഴിച്ചു. അതേപോലെ അഞ്ചാമത്തെ പാത്രത്തിൽ നിന്ന് എത്ര കഴിച്ചു? 6 എണ്ണവുമാണ് കഴിച്ചത്. അപ്പൊ രാവിലെ ആകെ എത്ര എണ്ണം കഴിച്ചു? അപ്പൊ നോക്കൂ, 4 പാത്രം, ഒന്നിൽ 10 ആണെങ്കിൽ, ഒരു പാത്രത്തിൽ 10 എണ്ണം ആണെങ്കിൽ 4 പാത്രത്തിൽ എത്ര എണ്ണമാണ് ഉള്ളത്? 40 അല്ലെ? അതായത് ഒരു 10, 2 10കൾ ചേർന്നാൽ 20, 3 10കൾ ചേർന്നാൽ 30. നമ്മളത് കഴിഞ്ഞ ചാപ്റ്ററിന്റെ ഒക്കെ ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് 10കൾ കാണുക എന്നുള്ളത്. 4 10കൾ ചേർന്നാൽ 40, 5 10 ചേർന്നാൽ 50. അപ്പൊ ഇവിടെ നോക്കൂ, 4 10കൾ ചേർന്നാൽ 10 കൂട്ടണം, 10 കൂട്ടണം, അങ്ങനെ 4 തവണ 10 കൂട്ടി നോക്കൂ, ഉത്തരം എന്ത് കിട്ടി? 40 അല്ലെ? 40ഉം അഞ്ചാമത്തെ പാത്രത്തിൽ നിന്ന് 6 എണ്ണം കഴിച്ചു. അപ്പൊ 40ഉം 6ഉം 40ഉം 6ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? 40 6 കൂട്ടുന്ന സമയത്ത് 46 കിട്ടും. അപ്പൊ ഇവിടെ മൊത്തം എത്ര ലഡ്ഡു ആണുള്ളത്? ഈ 9 പാത്രങ്ങളിലൂടെ എത്ര ലഡ്ഡു ഉണ്ട്? 10 9 തവണ കൂട്ടി നോക്കുക. അതല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 10 9ന് കൂടെ എന്ത് ചെയ്യുക? ഗുണിച്ചു നോക്കുക. അപ്പൊ ഗുണനപ്പട്ടിക എല്ലാ കൂട്ടുകാർക്കും അറിയാലോ. അറിയില്ലെങ്കിൽ വേഗം ഗുണനപ്പട്ടിക പഠിക്കുക. അപ്പൊ നമുക്ക് എന്നിട്ട് 10ന്റെ ഗുണനപ്പട്ടിക നോക്കൂ. 10 ഗുണിക്കണം 9, ഉത്തരം 90 കാണുന്നില്ലേ? അപ്പൊ ഏതാണ് എളുപ്പം? നമുക്ക് കൂട്ടുന്നതാണോ പ്ലസ് ചെയ്യുന്നതാണോ എളുപ്പം? ഗുണിക്കുന്നതാണോ നമുക്ക് കൂടുതൽ എളുപ്പം പെട്ടെന്ന് ആൻസർ കിട്ടുക? ഗുണിക്കുമ്പോഴാണ് അല്ലെ? അപ്പൊ 10 ഗുണിക്കണം 9 90. അപ്പൊ 9 പാത്രങ്ങളിലൂടെ 9 പാത്രത്തിലൂടെ എത്ര ലഡ്ഡു ആണ് ഉള്ളത്? 90 ലഡ്ഡുകളാണ് ഉള്ളത്. ലഡ്ഡൂസ് ആണ് ഉള്ളത്. അപ്പൊ അതില് രാജാവ് രാവിലെ എത്ര ലഡ്ഡു കഴിച്ചു എന്നാണ് ഇവിടെ ചോദ്യം. എത്ര കഴിച്ചു? 4 പാത്രത്തിൽ 40ഉം അതുപോലെ 6 എണ്ണവും. അപ്പൊ 40 കൂട്ടണം 6, 40ഉം 6ഉം കൂടെ കൂട്ടുമ്പോൾ ഉത്തരം എന്ത് കിട്ടുന്നുണ്ട്? 46 കിട്ടി അല്ലെ? 46 കിട്ടി. വൈകിട്ട് കഴിച്ചത് എത്രയെന്നോ? 3 പാത്രങ്ങളിലേത് മുഴുവനും മറ്റൊന്നിൽ നിന്ന് 2 എണ്ണവും 2 നേരവും കൂടി ആകെ എത്ര ലഡ്ഡു കഴിച്ചു? വൈകിട്ട് എത്ര ലഡ്ഡു കഴിച്ചത്? 3 പാത്രങ്ങളിലേത് മുഴുവൻ എന്ന് വെച്ചാൽ 3 10കൾ. 3 10കൾ എത്രയാ? 30 ആണ് അല്ലെ? 3 10 എന്ന് പറഞ്ഞാൽ 30ഉം പിന്നെയോ മറ്റൊരു പാത്രത്തിൽ നിന്ന് 2 എണ്ണവും കഴിച്ചു. അപ്പൊ 30ഉം 2ഉം കൂട്ടിയാൽ 32. അപ്പൊ രാവിലെ എത്ര കഴിച്ചു? 46. വൈകുന്നേരം എത്ര കഴിച്ചത്? 32 ലഡ്ഡു കഴിച്ചു. 2 നേരം കൂടി ആകെ എത്ര ലഡ്ഡു കഴിച്ചു? 46ഉം 32ഉം. പറഞ്ഞു ആകെ കാണുക എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യണം? ആകെ കാണാൻ എന്താ ചെയ്യേണ്ടത്? പ്ലസ് ആണ് ചെയ്യേണ്ടത് അല്ലെ? കൂട്ടണം. അവിടെ ആകെയാണ് കാണേണ്ടത് അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? കൂട്ടണം. 46 32 കൂടെ കൂട്ടുക. ഉത്തരം 78. ഞാൻ കണ്ടെത്തിയ രീതി. എങ്ങനെയാണ് നമുക്ക് ഈ ആൻസർ കിട്ടിയെന്ന് നമുക്കിവിടെ എഴുതാം. 46ഉം 32ഉം കൂടെ കൂട്ടുക. 46ഉം 32ഉം കൂട്ടിയപ്പോൾ 78. അപ്പൊ ആ കൂട്ടുന്ന സമയത്ത് ആദ്യം എപ്പോഴും ഇവിടെ 1ന്റെ സ്ഥാനത്തുള്ള എന്താണ് സംഖ്യകൾ തമ്മിലാണ് കൂട്ടേണ്ടത്. അതിനുശേഷമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? 10ന്റെ സ്ഥാനത്തുള്ള സംഖ്യകൾ കൂട്ടാൻ പാടുള്ളൂ. അപ്പൊ ആദ്യം 6ഉം 2ഉം കൂട്ടി 8 എന്ന് ഉത്തരം എഴുതിയതിനു ശേഷം എന്ത് ചെയ്യുക? 4ഉം 3ഉം കൂട്ടി ഉത്തരം എഴുതുക. 7. അങ്ങനെ നമുക്ക് ആൻസർ എത്ര കിട്ടി? ആകെ എത്ര ലഡ്ഡു ആണ് രാജാവ് കഴിച്ചത്? 78. അടുത്ത ടോപ്പിക്, ലഡ്ഡു എത്ര? 55 ലഡ്ഡു 2 പാത്രങ്ങളിലായി വച്ചിരിക്കുന്നു. ഒന്നിൽ 15 എണ്ണം ഉണ്ട് എങ്കിൽ രണ്ടാമത്തതിൽ എത്രയുണ്ട്? അതായത് ആകെ ലഡ്ഡു 55 എണ്ണം ഉണ്ട്. 2 പാത്രത്തിലായിട്ടാണ് 55 ലഡ്ഡു വെച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പാത്രത്തിൽ 15 ലഡ്ഡു ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പാത്രത്തിൽ എത്ര ലഡ്ഡു ഉണ്ട്? അപ്പൊ എന്ത് ചെയ്യണം? 55ന്ന് 15 കുറയ്ക്കുക. അപ്പൊ 5ന്ന് 5 കുറച്ചാൽ ആദ്യം എന്ത് ചെയ്യുക? 1ന്റെ സ്ഥാനത്തുള്ള സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുക. 5ന്ന് 5 കുറയ്ക്കുക. എത്രയാണ് ഉത്തരം? വേഗം പറയൂ. 5ന്ന് 5 കുറച്ച ഉത്തരം എന്താണ്? 0. 5ന്ന് 1 കുറയ്ക്കുക. അതിനുശേഷം 10ന്റെ സ്ഥാനത്തുള്ള സംഖ്യകൾ കുറയ്ക്കുക. 5 - 1 ഉത്തരം 4. അപ്പൊ ആകെ ഇനി എത്ര ലഡ്ഡു ആണ് ഉള്ളത്? രണ്ടാമത്തതിൽ എത്ര ലഡ്ഡു ഉണ്ട്? 40. വാഴപ്പഴം. കേശുവും രാമുവും രാജാവിനും വാഴപ്പഴങ്ങൾ കാഴ്ചവെച്ചു. ഓരോ പടലത്തിലും 10 പഴം വീതം. അപ്പൊ ഓരോ പടലം വെച്ച് ഇങ്ങനെ, ഇതാണ് ഒരു പടലം, ഇത് അടുത്ത പടലം, ഇതൊരു പടലം, അങ്ങനെ ഇതാണ് പടലം. ഓരോരുത്തരും എത്ര എണ്ണം കൊണ്ടുവന്നു? അപ്പൊ ഇത് കേശു കൊണ്ടുവന്ന പഴങ്ങളും ഇത് രാമു കൊണ്ടുവന്ന പഴങ്ങളാണ്. കേശു എത്ര പഴം കൊണ്ടുവന്നു? ഇവിടെ നോക്കൂ, ഒന്നിൽ 10 എണ്ണമാണ് ഉള്ളത്. അപ്പൊ ഇവിടെ എത്ര 10 ഉണ്ട്? 1 2 3 4 5 6 7 10. 7 10 എത്രയാണ്? 70. പിന്നെ ഇവിടെ എത്ര ഓരോ പഴങ്ങളായിട്ട് എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8. അപ്പൊ 70ഉം 8ഉം കൂട്ടിയ ഉത്തരം എന്താ? 78. അടുത്ത രാമു എത്ര പഴം കൊണ്ടുവന്നു?
എത്ര പത്തുകളുണ്ട്? 1 2 3 4 5 5 10 50. 50ഉം ഓരോ പഴം എത്രയാണുള്ളത്? 1 2 3 4 5 5. അപ്പൊ 50ഉം 5ഉം കൂട്ടി ഉത്തരം 55. ആരാണ് കൂടുതൽ പഴങ്ങൾ കൊണ്ടുവന്നത്? ഏറ്റവും വലിയ സംഖ്യ ഏതാ? 55 ആണോ 78 ആണോ? 78 അല്ലെ? 78 പഴങ്ങൾ ആര് കൊണ്ടുവന്നു? കേശു. അപ്പൊ ആരാണ് എന്നാണ് ചോദ്യം അല്ലെ? ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്? അവരുടെ പേരാണ് എഴുതേണ്ടത്. കേശു. എത്ര കൂടുതൽ എന്ന് വെച്ചാൽ കേശുവാണ് കൂടുതൽ കൊണ്ടുവന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ രാമുവിനേക്കാളും എത്ര പഴങ്ങളാണ് അധികമാണ് കേശു കൊണ്ടുവന്നത്? അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ 78ൽ നിന്നും 55 കുറച്ചാൽ മതി. 78ൽ നിന്ന് 55 കുറയ്ക്കുക. 2 പടല കൂടുതൽ എന്ന് പറയുമ്പോൾ 20 എണ്ണം ഉണ്ട്. അപ്പൊ ഇവിടെ എത്ര പടലുണ്ട്? 1 2 3 4 5 7 എണ്ണം ഉണ്ട് അല്ലെ? ഇവിടെ 5 എണ്ണം. അപ്പൊ എത്ര പടലം കൂടുതലുണ്ട്? അതായത് ഇവിടെ 7 എണ്ണം, ഇവിടെ 5 എണ്ണം. അപ്പൊ എത്ര അധികം ഉണ്ട്? 2 എണ്ണം. ഇപ്പൊ 2 എണ്ണത്തിൽ 1ൽ 10 ആണെങ്കിൽ 2 എണ്ണത്തിൽ 20 എണ്ണം. പിന്നെ 3 പഴങ്ങൾ കൂടുതലുണ്ട്. ഇവിടെ 8 ഓരോന്നും ഉണ്ട്. ഇവിടെ 5 എണ്ണം. അപ്പൊ അതെന്താണ്? 8 - 5 3 എണ്ണം കൂടുതലുണ്ട്. അപ്പൊ ആകെ 20 + 3 23 എണ്ണം കൂടുതൽ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് എളുപ്പം എങ്ങനെ ചെയ്യാം? 78 കുറയ്ക്കണം 55. 8ന്ന് 5 കുറച്ചാൽ 3. 7ന്ന് 5 കുറച്ചാൽ 2. അപ്പൊ ഉത്തരം എന്താ? 23 എണ്ണം. കേശു രാമുവിനേക്കാളും 23 പഴങ്ങളാണ് കൂടുതൽ കൊണ്ടുവന്നത്. അടുത്തത്, രാജാവ് കേശു കൊണ്ടുവന്നതിൽ നിന്ന് 43 പഴം കഴിച്ചു. കേശു കൊണ്ടുവന്ന പഴങ്ങളിൽ ബാക്കി എത്ര? അപ്പൊ കേശു കൊണ്ടുവന്നത് എത്ര പഴമാ? കേശു കൊണ്ടുവന്നത് 78 പഴം കൊണ്ടുവന്നു. രാജാവ് കഴിച്ചത് എത്രയാ? 43. അപ്പൊ ബാക്കി കാണുക പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? കുറയ്ക്കണം. അപ്പൊ 78ന്ന് 43 കുറയ്ക്കൂ. ഉത്തരം 35 കിട്ടുന്നില്ലേ? 35 അല്ലെ? 35 എണ്ണമാണ് ബാക്കിയുള്ളത്. 78ൽ നിന്ന് 43 കുറയ്ക്കുന്നത് എങ്ങനെയാണ് കുറയ്ക്കുക? അത് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ കാണുന്നില്ലേ നമ്മളിപ്പോ ചെയ്തത് എങ്ങനെ കുറയ്ക്കുക എന്നുള്ളത്? നമ്മൾ 10ഉം 1ഉം എഴുതി കുറയ്ക്കുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണോ ഇവിടെ ഇതിൽ തന്നിരിക്കുന്നതാണ് എങ്ങനെയാണ് കുറയ്ക്കേണ്ട രീതിയാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ആദ്യം 8ന്ന് 3 കുറച്ചു 5, 7ന്ന് 4 കുറച്ചു 3. രാമു കൊണ്ടുവന്ന 55 പഴത്തിൽ 32 എണ്ണമാണ് രാജാവ് കഴിച്ചത്. എന്നാൽ ബാക്കി എത്ര? അപ്പൊ രാമു കൊണ്ടുവന്ന 55 പഴത്തിൽ 32 എണ്ണമാണ് രാജാവ് കഴിച്ചത്. എന്നാൽ ബാക്കി എത്ര? ബാക്കി കാണാൻ എന്ത് ചെയ്യണം? കുറയ്ക്കണം. 35ന്ന് 32 അല്ല, 55 എന്നാണ് കേട്ടോ. 55 എന്നാണ്. 55 പഴത്തിൽ രാമു കൊണ്ടുവന്ന പഴം എത്രയാണ്? 55 പഴം കൊണ്ടുവന്നു അല്ലെ രാമു എത്ര പഴം കൊണ്ടുവന്നു? 55 പഴമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ 5 ആണ്. 55ൽ നിന്നും 32 പഴമാണ് രാജാവ് കഴിച്ചത്. ബാക്കി എത്ര പറയുമ്പോൾ 5ന്ന് 2 കുറയ്ക്കുക. എത്ര 5ന്ന് 2 കുറച്ചാ? 3 അല്ലേ? പിന്നെ 5ന്ന് 3 കുറയ്ക്കുക. ഇവിടെ 5ന്ന് 3 കുറച്ചാൽ ബാക്കി എത്രയാണുള്ളത്? 5ന്ന് 3 കുറച്ചാൽ 0 അല്ല 2 ആണ് ഉള്ളത് അല്ലേ? 2 ആണ്. അപ്പൊ ഉത്തരം എത്രയാണ്? 35 അല്ല കേട്ടോ. 35 അല്ല, 55ന്നാണ് 32 കുറയ്ക്കേണ്ടത്. 55ന്ന് 32 കുറച്ചാൽ ഉത്തരം എന്താണോ കിട്ടുക? 23 ആണ് ഉത്തരം. ഓക്കെ, അടുത്തത് കൂട്ടി എഴുതാം. അടുത്തടുത്ത 2 വട്ടങ്ങളിലെ സംഖ്യകൾ കൂട്ടി അതിനു താഴെയുള്ള വട്ടത്തിൽ എഴുതൂ. അപ്പൊ നോക്കൂ, ഇത് കൂട്ടി എഴുതുന്നതായിട്ട് വളരെ എളുപ്പമായിട്ടുള്ള ഒരു പസിലാണിത്. ഇവിടെ നോക്കൂ, 4ഉം 5ഉം കൂട്ടുക. താഴെയുള്ള കളത്തിൽ 2 വരകൾ തമ്മിൽ ജോയിൻ ചെയ്ത് ഈ കളത്തിനകത്ത് ഉത്തരം എഴുതുക. 4ഉം 5ഉം കൂട്ടിയാൽ ഉത്തരം എന്താ കിട്ടുക? 9. 5ഉം 6ഉം കൂട്ടിയാൽ ഉത്തരം 11. അതുപോലെ 6ഉം 7ഉം കൂട്ടുക. 6ഉം 7ഉം കൂട്ടിയാൽ ഉത്തരം എന്താണ്? 6ഉം 7ഉം കൂട്ടുക 13. അടുത്തത് 9. അതിന് താഴെയുള്ളത് ഇതുപോലെ ചെയ്യുക. 9ഉം 11ഉം 20. 11ഉം 13ഉം കൂട്ടുക. ഉത്തരം 24. 20ഉം 24ഉം കൂട്ടുമ്പോൾ ഉത്തരം 44. വരച്ചു ചേർക്കാം. ശരിയായ ഉത്തരത്തിലേക്ക് വരച്ചു ചേർക്കൂ. ഇതും അതുപോലെ തന്നെ. ഇപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 1 ഡിജിറ്റ്, അതായത് ഒറ്റക്ക സംഖ്യകൾ തമ്മിൽ കൂട്ടി ഉത്തരം എഴുതി. പിന്നെ രണ്ടക്ക സംഖ്യകൾ തമ്മിൽ കൂട്ടി ഉത്തരം എഴുതി. ഇവിടെ നോക്കൂ, ഇവിടെ കൂട്ടലും കുറയ്ക്കലും ഉണ്ട്. കൂട്ടൽ മാത്രമല്ല കുറയ്ക്കലും ഉണ്ട് അല്ലെ? അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ശരിയായ ഉത്തരത്തിലേക്ക് വരച്ചു ചേർക്കുകയാണ് ചെയ്യുന്നത്. ഉത്തരങ്ങളാണ് ഇവിടെ 3 കോളത്തിലായിട്ട് തന്നിരിക്കുന്നത്, നടുക്ക് തന്നിരിക്കുന്നത്. ചോദ്യങ്ങളാണ് ചുറ്റുമുള്ളത് കേട്ടോ. അപ്പൊ ഓരോന്നും ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് ഉത്തരം കിട്ടുള്ളൂ. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? 16ഉം 12ഉം കൂട്ടി നോക്കുക. 16ഉം 12ഉം കൂട്ടുമ്പോൾ 28 കിട്ടുന്നില്ലേ? അപ്പൊ 28ലേക്ക് ഇതുപോലെ വരച്ച് വരച്ച് ചേർത്തിരിക്കുന്നത്. ഇതുപോലെ ചോദ്യത്തിന് എന്ത് ചെയ്യണം? ഉത്തരത്തിന്റെ അടുത്തേക്ക് വരച്ച് ജോയിൻ ചെയ്യുക. അതേപോലെ അടുത്തത് 35 കൂട്ടണം 24, ഉത്തരം 59. 32 കൂട്ടണം 44, ഉത്തരം 76. 39 അടുത്ത് കുറയ്ക്കാനാണ് തന്നിട്ടുണ്ട് അല്ലെ? 39 കുറയ്ക്കണം 11, ഉത്തരം 28. 79 കുറയ്ക്കണം 20, ഉത്തരം 59. 98 കുറയ്ക്കണം 22, ഉത്തരം 76. അപ്പൊ എല്ലാത്തിനും 2 ഉത്തരം വരുന്നുണ്ട് അല്ലെ? എല്ലാ ചോദ്യത്തിനും ഉത്തരമല്ല, എല്ലാ ഉത്തരത്തിനും 2 ചോദ്യങ്ങളാണ് വരുന്നത്. അടുത്ത ടോപ്പിക്കാണ് പോഷകാഹാരം. അപ്പൊ നോക്കിക്കേ, എന്താ ചോദ്യം?
ഇവിടെ എന്താ കുട്ടി പറയുന്നത്? എന്റെ സ്കൂളിലെ എല്ലാവരും കൂടി എത്ര പഴം തിന്നും എന്നാണ് ചോദിക്കുന്നത് കുട്ടി. ഇവിടെ നമുക്ക് ചോദ്യം നോക്കാം. അശ്വിന്റെ സ്കൂളിൽ കുട്ടികൾക്ക് മുട്ടയും പഴവും നൽകാറുണ്ട്. അശ്വിന്റെ സ്കൂളിലെ കുട്ടികളുടെ എണ്ണം നോക്കൂ. അപ്പൊ ഓരോ ക്ലാസ്സിന്റെയും എണ്ണമാണ് കേട്ടോ. ഓരോ ക്ലാസ്സും ആ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1ാം ക്ലാസ്സിന് 58 കുട്ടികൾ, 2 57 കുട്ടികൾ, 3 54 കുട്ടികൾ, 4 55 കുട്ടികൾ. ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള ക്ലാസ് ഏത്? അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും വലിയ സംഖ്യ ഏതാ നോക്കുക. അത് ഏത് ക്ലാസ് ആണെന്ന് എഴുതുക. ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 58, 57, 54, 55. ഏറ്റവും വലുത് ഏതാ? 58 അല്ലെ. അപ്പൊ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള ക്ലാസ് ഏതെന്നാ ചോദിക്കുക. അപ്പൊ ക്ലാസ് എത്രാമത്തെ ക്ലാസ് ആണെന്നാണ് എഴുതേണ്ടത്. ഏത് ക്ലാസ്സാ? 1. ഏറ്റവും കുറവ് ചോദിച്ചാൽ ഏറ്റവും കുറവ് സംഖ്യ നോക്കിയാൽ മതി. ഏറ്റവും ചെറിയ സംഖ്യ 54 ആണ് അല്ലെ. അപ്പൊ ഏറ്റവും കുറവ് കുട്ടികൾ 3ാം ക്ലാസ്സിലാണ് ഉള്ളത്. 1ാം ക്ലാസ്സിൽ 35 പേർ മുട്ട കഴിച്ചു. ബാക്കിയുള്ളവർക്ക് ഓരോ പഴം നൽകി. എങ്കിൽ എത്ര പേർ പഴം കഴിച്ചു? അതായത് 1ാം ക്ലാസ്സിൽ എത്ര കുട്ടികളാണ് ഉള്ളത്? 58 കുട്ടികളുണ്ട്. 58 കുട്ടികളിൽ 35 പേരാണ് മുട്ട കഴിച്ചത്. ബാക്കിയുള്ളവർക്കാണ് ഓരോ പഴം വീതം കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ എത്ര പേര് പഴം കഴിച്ചു എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 58ൽ നിന്നും 35 കുറയ്ക്കണം. 58 കുറയ്ക്കണം 35. ഉത്തരം എന്താണ്? 23. 58ന്ന് 35 കുറച്ചാൽ 23. ഉത്തരം കിട്ടുന്നില്ലേ? 8ന്ന് 5 കുറയ്ക്കുക 3, 5ന്ന് 3 കുറച്ചു 2, 23 കുട്ടികൾക്കാണ് പഴം കൊടുത്തത്. 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 32 പേർ വീതം മുട്ട കഴിച്ചു. ബാക്കിയുള്ളവർ പഴം. അപ്പൊ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 32 പേരാണ് മുട്ട കഴിച്ചത്. ബാക്കിയുള്ളവരാണ് പഴം കഴിച്ചത്. 4ാം ക്ലാസ്സിലുള്ള എല്ലാവരും മുട്ട കഴിച്ചു. ആരും തന്നെ അപ്പൊ പഴം കഴിച്ചിട്ടില്ല അല്ലെ. പട്ടിക പൂർത്തിയാക്കൂ. അപ്പൊ 1ാം ക്ലാസ്സിൽ മുട്ട കഴിച്ചവർ ഇവിടെ ചോദ്യത്തിലുണ്ട്. 1ാം ക്ലാസ്സിൽ മുട്ട കഴിച്ചവർ എത്ര പേരാ? 35 ആണ് അല്ലെ. 35 ആണ്. ആ പഴം കഴിച്ചവര് 23. എങ്ങനെ നമുക്ക് കിട്ടി? മൊത്തം കുട്ടികൾ ആകെ കുട്ടികൾ 58ൽ നിന്ന് 35 നമ്മൾ കുറച്ചു. ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാ 58ന്ന് 35 കുറച്ചപ്പോൾ നമുക്ക് ഉത്തരം എന്ത് കിട്ടി? പഴം കഴിച്ചവർ 23 കിട്ടി. അടുത്ത 2ാം ക്ലാസ്. 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും എത്ര പേരാണ് മുട്ട കഴിക്കുന്നത്? 32 പേരാണ് മുട്ട കഴിക്കുന്നത്. അപ്പൊ പഴം കഴിച്ചവര് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആകെ നമുക്ക് അറിയാം 2ാം ക്ലാസ്സിൽ 57 ആണ്. 57ന്ന് 32 കുറച്ചു. അപ്പൊ ഉത്തരം എന്താണ്? 25. അതേപോലെ തന്നെയാണ് 3ാം ക്ലാസ്സിൽ ചെയ്തിരിക്കുന്നത്. 54 കുട്ടികളാണ് ഉള്ളത്. 32 പേരാണ് മുട്ട കഴിച്ചത്. അപ്പൊ 54ന്ന് 32 കുറച്ച് ഉത്തരം എന്ത് കിട്ടി? 22 പേര് പഴം കഴിച്ചു. 4ാം ക്ലാസ്സിലെ മുട്ട കഴിച്ചവരാരാ? എല്ലാവരും മുട്ടയാണ് കഴിച്ചത്. 55 കുട്ടികൾ മുട്ട കഴിച്ചു. പഴം കഴിച്ചവരുണ്ടോ? ഇല്ല. അപ്പൊ ഇല്ലെങ്കിൽ എന്താണ്? 0 ഇട്ട് കൊടുക്കുക. അപ്പൊ ഏതൊരു സംഖ്യയിൽ നിന്ന് 0 കുറച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താ കിട്ടുക? അതേ സംഖ്യ തന്നെ കിട്ടും. ഓക്കെ, അവിടെ 0 എന്ന് എഴുതി വെക്കരുത്. 55ന്ന് 0 കുറച്ച് ഉത്തരം 55 തന്നെയാണ്. അടുത്തത് കണക്കെടുപ്പ്. ശുചിത്വവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നതിന് അശ്വിനും കൂട്ടുകാരും 4 സംഘങ്ങളായി വീടുകൾ സന്ദർശിച്ചു. 47 വീടുകളാണ് സന്ദർശിച്ചത്. അതിൽ 32 വീടുകളിൽ കിണറുണ്ട്. കിണറില്ലാത്ത വീടുകൾ എത്രേ? അപ്പൊ 47 വീടുകളിൽ സന്ദർശിച്ചതിൽ 32 വീടുകളിൽ കിണറുണ്ട്. അപ്പൊ ബാക്കിയുള്ള വീടുകളിൽ എന്തില്ല? കിണറില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ എന്ത് ചെയ്താൽ മതി? 47ന്ന് 32. ഈ 47ന്ന് 32 കുറയ്ക്കുക. 42 മൈനസ് 32, 47 മൈനസ് 32. അപ്പൊ കുറയ്ക്കുകയാണ്. 47ന്ന് 32 കുറച്ച് കഴിഞ്ഞാൽ ഉത്തരം എന്താ കിട്ടുക? 15 അല്ലെ. 7ന്ന് 2 കുറയ്ക്കുക 5, 4ന്ന് 3 കുറച്ചാൽ 1. ഉത്തരം കിണറില്ലാത്ത വീടുകൾ 15. ഓരോ സംഘവും സന്ദർശിച്ച വീടുകളിലെ ആളുകളുടെ എണ്ണമാണ് പട്ടികയിലുള്ളത്. പട്ടിക പൂർത്തിയാക്കൂ. ഓരോ സംഘത്തിന്റെ നമ്പറും പുരുഷന്മാർ എത്ര, സ്ത്രീകൾ എത്ര, ആകെ. അപ്പൊ ആകെ കാണാൻ എന്ത് ചെയ്യണം? ഈ കോളം, ആകെന്റെ ഈ കോളം ചെയ്യാനൊക്കെ എന്ത് ചെയ്യണം? പ്ലസ് ആണ് ചെയ്യേണ്ടത് അല്ലെ. പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ ഈ സംഖ്യകൾ തമ്മിൽ കൂട്ടി ആകെ കിട്ടും. അതേസമയം സ്ത്രീകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് കണ്ടോ? ഇവിടുത്തെ ചോദ്യം കണ്ടോ? സ്ത്രീകളുടെ ആകെ തന്നിട്ട് സ്ത്രീകൾ കാണാനോ അല്ലെങ്കിൽ ആകെ തന്നിട്ട് പുരുഷന്മാരുടെ എണ്ണം കാണാനൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യണം? കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. എങ്ങനെ ചെയ്യേണ്ടത് കാണിക്കാം. അപ്പൊ പുരുഷന്മാരും ഇവിടുത്തെ 1ാമത്തെ സംഘത്തില് പുരുഷന്മാർ 24ഉം സ്ത്രീകൾ 22ഉം ആണുള്ളത്. അപ്പൊ ആകെ കാണും. അപ്പൊ ആകെ കാണാൻ എന്ത് ചെയ്താൽ മതി? പുരുഷന്മാരുടെയും സ്ത്രീകളുടെ സംഖ്യകൾ തമ്മിൽ കൂട്ടുക അല്ലെ. 24ഉം 22ഉം കൂടെ കൂട്ടി 24ഉം 22ഉം കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 46 ഉത്തരം കിട്ടിയിട്ടുണ്ടാവും അല്ലെ. 46 കിട്ടും. ഇനി അടുത്തത് നോക്കൂ. 2ാമത്തെ സംഘം പുരുഷന്മാരുടെ നമ്മൾ സംഖ്യ തന്നിട്ടുണ്ട്. പുരുഷന്മാരുടെ തന്നിട്ട് സ്ത്രീകളുടെ ഇവിടെ തന്നിട്ടില്ല. സ്ത്രീകളുടെ തന്നിട്ടില്ല, ആകെ തന്നിട്ടുണ്ട്. അപ്പൊ സ്ത്രീകളുടെ കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യണം? ആകെയുള്ള 58ൽ നിന്ന് 32 കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇത് നമ്മൾ എല്ലാത്തിനും ആകെ നമ്മൾ എന്ത് ചെയ്യുക? എന്താണ്? പ്ലസ് ചെയ്യല്ല ചെയ്യേണ്ടത്. പകരം ഇവിടെ നമ്മൾ ആകെ കാണുന്ന ഈ കോളത്തിന് മാത്രമാണ് ഈ 2 കോളങ്ങൾ തമ്മിൽ പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ കൂട്ടിയാൽ മതി. പക്ഷെ ഇവിടെ സ്ത്രീകളുടെ സംഖ്യ കാണാനും അല്ലെങ്കിൽ പുരുഷന്മാരുടെ കാണാനും ആകെ തന്നിട്ടാണ് കാണാൻ പറയുന്നത് അല്ലെ. അതിവിടെ 58 തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? മൈനസ് ആണ് ചെയ്യേണ്ടത്. 58ൽ നിന്നും 32 കുറച്ച് നോക്കൂ. ഉത്തരം കിട്ടുന്നില്ലേ? 58ന്ന് 32 കുറച്ചാൽ 26ന്ന് ഉത്തരം കിട്ടും. അടുത്തത് ആകെ കാണുകയാണ്. പുരുഷന്മാരെയും സ്ത്രീകളെയും തന്നിട്ടുണ്ട്. അപ്പൊ 23ഉം 16ഉം കൂട്ട ഉത്തരം 39. അടുത്തത് പുരുഷന്മാരുടെ കാണാനാണ് പറയുന്നത്. അപ്പൊ ആകെ എത്രയാ? 55, സ്ത്രീകൾ 35. അപ്പൊ 55ന്ന് 35 കുറച്ച് നോക്കൂ. ഉത്തരം 20.
ഏത് സംഘമാണ് ഏറ്റവും കൂടുതൽ ആളുകളെ കണ്ടത്? അതിൽ ഏറ്റവും കൂടുതൽ ആകെ കോളം നോക്കുക, ഈ കോളം നോക്കുക. അതിൽ ഏറ്റവും കൂടുതലുള്ള നമ്പർ ഏതാ? ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 46 ആണോ? 58, 39, 55? ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാ? 58 ആണ് അല്ലെ? 58 വലിയ സംഖ്യ. 58 ആൾക്കാരെ കണ്ട സംഘം ഏതാണ്? രണ്ടാമത്തെ സംഘമാണ്. അപ്പൊ ഏത് സംഘമാണ് ഏറ്റവും കൂടുതൽ ആളുകളെ കണ്ടത്? സംഘം 2. ഏറ്റവും കുറവ് വെച്ചാൽ ഏറ്റവും ചെറിയ സംഖ്യ. ഏറ്റവും കുറവ് കണ്ടത് ആരാണ്? സംഘം 3 ആണ് അല്ലെ? സംഘം 3 ആണ്. അടുത്തത് ശുചിത്വ ക്ലബ്ബ്. അശ്വിന്റെ സ്കൂളിലെ 4ാം ക്ലാസ്സിലെ 34 പേരും 3ാം ക്ലാസ്സിലെ 23 ശുചിത്വ ക്ലബ്ബിലെ അംഗങ്ങളാണ്. രണ്ട് ക്ലാസ്സിലും കൂടി എത്ര പേരാണ് ശുചിത്വ ക്ലബ്ബിലുള്ളത്? അപ്പൊ എത്ര പേരാണെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പൊ ആകെ കണ്ടുപിടിക്കാനാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. 34 23 കൂടെ കൂട്ടുക. 34 കൂട്ടണം 23. ഉത്തരം എന്താണ്? 57. 1ാം ക്ലാസ്സിൽ നിന്ന് 17 പേരും 2ാം ക്ലാസ്സിൽ നിന്ന് 29 പേരും ക്ലബ്ബിൽ ചേർന്നു. 1ാം ക്ലാസ്സിൽ നിന്ന് ചേർന്നതിനേക്കാൾ എത്ര കുട്ടികളാണ് 2ാം ക്ലാസ്സിൽ നിന്ന് കൂടുതലായി ചേർന്നത്? അപ്പൊ എന്ത് ചെയ്യണം? അധികം ഉള്ളത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. മൈനസ് ആണ് ചെയ്യേണ്ടത്, കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. 29 17 കുറയ്ക്കുക, 29 17 കുറയ്ക്കുക. അപ്പൊ 9 7 കുറയ്ക്കുക. 9 7 കുറച്ചാൽ 2 കിട്ടിയില്ലേ? അടുത്ത 2 1 കുറയ്ക്കുക. അപ്പൊ 1. അപ്പൊ ഉത്തരം എന്താണ്? 12. കടയിലേക്ക്, അടുത്ത ടോപ്പിക്കാണ് കടയിലേക്ക്. ശുചീകരണ ഉപകരണങ്ങൾ വാങ്ങാൻ 73 രൂപയായി. അശ്വിൻ കടയിൽ 8 10 രൂപ നോട്ടുകൾ കൊടുത്തു. എത്ര രൂപ ബാക്കി കിട്ടും? അപ്പൊ എന്താണ്? ശുചീകരണ ഉപകരണങ്ങൾ വാങ്ങാൻ 73 രൂപയായി. അപ്പൊ കുറെ ശുചീകരണ ഉപകരണങ്ങളൊക്കെ വാങ്ങി. അപ്പൊ ആകെ 73 രൂപയാണ് ആയത്. അശ്വിൻ കടക്കാരൻ എത്ര കൊടുത്തു? 8 10 രൂപ നോട്ടുകൾ. അപ്പൊ 8 10കൾ എന്ന് പറഞ്ഞാൽ എത്ര രൂപയാ? 8 10 നമ്മൾ പഠിച്ചിരുന്നു. എന്ത് പറഞ്ഞു? 5 10 50, 6 10 60, 7 10 70, 8 10 എത്രയാണ്? 80 അല്ലെ? പക്ഷെ കടക്കാരന് 80 രൂപ കൊടുത്തു. ബാക്കി എത്ര രൂപ കിട്ടും? ബാക്കി കാണാനാണ്. ബാക്കി കാണുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം പറഞ്ഞത്? കുറയ്ക്കണം അല്ലെ? അപ്പൊ 80ൽ നിന്നും 8 10കൾ ചേർന്നാൽ എത്ര രൂപയാണ്? 80 ആണ്. അപ്പൊ 80 നിന്ന് 73 കുറയ്ക്കുക. 80 73 കുറയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 7 എന്നാണ് ഉത്തരം കിട്ടുക അല്ലേ? അപ്പൊ 7 രൂപയായിരിക്കും കടക്കാരൻ തിരിച്ച് അശ്വിന് കൊടുത്തിട്ടുണ്ടാവുക. അടുത്തത് കളങ്ങൾ പൂരിപ്പിക്കൂ. അടുത്ത ടോപ്പിക്ക് കളങ്ങൾ പൂരിപ്പിക്കൂ. അടുത്തടുത്ത 2 കളങ്ങളിലെ സംഖ്യകൾ കൂട്ടി തൊട്ട് താഴെയുള്ള കളത്തിൽ എഴുതും. അപ്പൊ കൂട്ടാനാണ് കേട്ടോ. ഇവിടെ പ്ലസ് ആണ് ചെയ്യാൻ പറയുന്നത്. 13 10 കൂട്ടുക. ഉത്തരം എത്രയാ? 13 കൂട്ടണം 10 23. അടുത്തത് ഇവിടെ എഴുതിയിട്ടുണ്ട് 10 11 കൂട്ടൽ 21 ഇവിടെ ഉത്തരം എഴുതിയിട്ടുണ്ട്. അടുത്തത് 11 കൂട്ടണം 9 ഉത്തരം 20. പിന്നെ അടുത്തത് 23 കൂട്ടണം 23 കൂട്ടണം 21 44. 21 കൂട്ടണം 20 41. ഇനി അടുത്ത അവസാനത്തെ കാണാൻ എന്ത് ചെയ്യണം? 44 41 കൂടെ കൂട്ടുക. ഉത്തരം എന്ത് കിട്ടും? 85. അടുത്തത് സംഖ്യാമാല പൂർത്തിയാക്കൂ. ഒരു സംഖ്യാമാലയാണ്. ഒരു വട്ടത്തിലെ സംഖ്യയിൽ നിന്ന് തൊട്ടടുത്ത വട്ടത്തിലെ സംഖ്യ കുറച്ച് താഴെ വട്ടത്തിൽ എഴുതും. ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് എന്താണ്? കൂട്ടുകയാണോ? അല്ല, കുറയ്ക്കാനാണ് പറയുന്നത്. 56 33 കുറയ്ക്കുക. 56 33 കുറച്ച ഉത്തരം എന്താ? 23. അതാണ് ഇവിടെ എഴുതേണ്ടത്. അടുത്തത് 33 12 കുറയ്ക്കൂ. 33 12 കുറയ്ക്കുമ്പോൾ ഉത്തരം എന്താ കിട്ടുക? 21. അടുത്തത് ലാസ്റ്റത്തെ കാണാൻ 23 21 കുറയ്ക്കുക. 23 മൈനസ് 21 23 കുറയ്ക്കണം 21 ഉത്തരം 2. ചൂലുണ്ടാക്കാം. അശ്വിന്റെ സ്കൂളിലെ കുട്ടികൾ ക്ലാസ് പഠിച്ചു നിത്യം വൃത്തിയാക്കും. സ്കൂളിലെ ചൂലിന്റെ എണ്ണം കുറവാണ്. ദിയ പറഞ്ഞു. ഓരോരുത്തരും 10 ഈർക്കിലുകൾ കൊണ്ടുവന്നാൽ തന്നെ ധാരാളം ചൂലുണ്ടാക്കാം. യദു പറഞ്ഞു. 100 ഈർക്കിൽ ചേർന്നാൽ ഒരു ചൂലുണ്ടാക്കാം. അത് എന്റെ കയ്യിൽ ഒതുങ്ങുമോ? ഓരോരുത്തരും കൊണ്ടുവന്ന ഈർക്കിലിന്റെ എണ്ണം എഴുതൂ. അപ്പൊ ഇത് 10ന്റെ കെട്ടാണ് കേട്ടോ. അപ്പൊ ഇത് റിയ, ദിയ, ഉമർ, റിജിത്ത്, ബിനു കുട്ടികളുടെ പേരാണ്. ഇവർ കൊണ്ടുവന്ന 10ന്റെ കെട്ടുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഇതിലൊന്ന് ഒരു 10 ഉണ്ടാവും. പിന്നെ ഇത് ഓരോന്നും ഉള്ള ഈർക്കിലുകളാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പൊ റിയ എത്ര കൊണ്ടുവന്നു? ഇവിടെ എത്ര 10 3 10ഉം എത്ര ഒന്നാണ്? 1 2 3 4 5 1. അപ്പൊ 3 10 എത്രയാണ്? 30ഉം 5ഉം കൂട്ടിയ ഉത്തരം എന്താ? 35. അപ്പൊ ഇതുപോലെ ബാക്കിയുള്ളവരെ എഴുതുക. 10കൾ എത്ര 10 നോക്കുക. അതുപോലെ അതിന്റെ കൂടെ 1 കൂട്ടുക. ഉത്തരം കിട്ടും. 10ന്റെ എത്ര കെട്ടുകൾ ചേർന്നാൽ 100 ആകും? എത്ര കെട്ട് വേണം? 10 കെട്ടുകൾ അല്ലെ? 10ന്റെ 10 കെട്ടുകൾ ചേർന്നാൽ 100 ആകും. ആകെ എത്ര ചൂലുണ്ടാക്കാം? ആകെ 2 ചൂലുണ്ടാക്കാൻ പറ്റും. ബാക്കി എത്ര ഈർക്കിലുണ്ട്? 10 ഈർക്കിൽ. അടുത്ത 100 പലവിധം. 100 പലവിധം ഏതൊക്കെയാണ്? നോക്കി 100 ആണ്. 100 കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 100 എങ്ങനെയൊക്കെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്നതാണ് ഇവിടെ നോക്കുന്നത്. അതായത് 100ൽ എത്ര 10 ഉണ്ട്? 100ൽ എത്ര ഒന്നാണുള്ളത്? 99 കൂടെ എത്ര കൂട്ടിയാൽ 100 ആകും? അങ്ങനെ 100 പല രീതിയിൽ നമുക്ക് 100ന് ആൻസർ കിട്ടുന്നതാണ് അല്ലേ? അപ്പൊ 100ൽ എത്ര 10 ഉള്ളത്? 10 10കൾ ചേർന്നാലാണ് 100. 100ൽ എത്ര ഒന്നുണ്ട്? 100. അതായത് 100ന് കംപ്ലീറ്റ് നമ്മൾ 1 രൂപ ആക്കുകയാണെങ്കിൽ എത്ര 1 രൂപ കിട്ടും? 100 1 രൂപ കിട്ടും. അടുത്ത നമ്മളെ 99ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 100 ആയി? 1 കൂട്ടിയാൽ 100 ആയി. 50ന്റെ കൂടെ 50 കൂട്ടിയാലും
ആൻസർ എന്താ 100 90 10 കൂട്ടിയാലും ഉത്തരം 100 പിന്നെ വേറെ ഏതെങ്കിലും രണ്ട് സംഖ്യകൾ നമ്മൾ കൂട്ടുമ്പോൾ ഉത്തരം കിട്ടുന്നത് എഴുതുക. ഇവിടെ എഴുതിയിരിക്കുന്നത് 20ഉം 80ഉം ആണ്. 20 കൂട്ടണം 80 ഉത്തരം 100. അടുത്തത് കൂട്ടിച്ചേർക്കാം. ചിത്രത്തിലെ രണ്ട് സംഖ്യകൾ വീതം എടുത്ത് തുക കാണുക. അപ്പൊ ചിത്രത്തിലെ രണ്ട് സംഖ്യകൾ വീതം എടുത്ത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതിന് തുക കാണുക. തുക കാണുക പറഞ്ഞാലും കൂട്ടുകയാണ് കേട്ടോ, പ്ലസ് ചെയ്യുന്നതാണ്. ഇവിടെ 23ഉം 72ഉം കൂട്ടാം. 23ഉം 26ഉം 26ഉം 72ഉം 22ഉം 26ഉം അങ്ങനെ പരസ്പരം സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് ഉത്തരം കാണാനാണ് പറയുന്നത്. ഇതുപോലെ 23ഉം 26ഉം കൂട്ടുമ്പോൾ ഉത്തരം 49. കണ്ടില്ലേ? അപ്പൊ ഇതുപോലെ നമുക്ക് എങ്ങനെയൊക്കെ ഇവിടെ രണ്ടക്ക സംഖ്യകൾ തമ്മിൽ കൂട്ടാം, അതിന്റെ ഉത്തരം കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് അക്കങ്ങൾ കൊണ്ടുള്ള കളി. 1 മുതൽ 5 വരെ അക്കങ്ങൾ കാർഡുകളിൽ എഴുതുക. 1 തൊട്ട് 5 വരെ അക്കങ്ങൾ എഴുതി അതിൽ അടുത്തടുത്തുള്ള 2 കാർഡുകൾ എടുക്കുക. അത് ഉപയോഗിച്ച് രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കണം. ഉദാഹരണം 1, 2 എടുത്താൽ ഉണ്ടാക്കാവുന്ന സംഖ്യകൾ എത്രയൊക്കെയാണ്? 1, 2 എടുത്താൽ ഉണ്ടാക്കുന്ന രണ്ടക്ക സംഖ്യകൾ 12ഉം 21ഉം. ഇതിൽ വലുത് ഏതാ? വലുത്? 21. 12നോട് എത്ര കൂട്ടിയാലാണ് 21 ആകുക? എത്ര കൂട്ടിയാലാണ് കണ്ടുപിടിക്കാൻ മൈനസ് ചെയ്താൽ മതി. 21 12 കുറയ്ക്കുക, ഉത്തരം എന്താ കിട്ടുക? 9. ഇനി അടുത്തടുത്ത മറ്റു രണ്ട് കാർഡുകൾ വീതം എടുത്ത് രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കുക. ചെറിയ സംഖ്യകൾ എത്ര കൂടുതലാണ് വലിയ സംഖ്യ? ചുവടെയുള്ള പട്ടിക പൂർത്തിയാക്കൂ. അപ്പൊ എടുത്ത അക്കങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1ഉം 2ഉം എടുത്താൽ വലിയ സംഖ്യ 21ഉം ചെറിയ സംഖ്യ 12ഉം കുറച്ച ശേഷം കിട്ടിയ സംഖ്യ 9. ഇനി അടുത്ത് നമ്മൾ എടുക്കുന്നത് 2ഉം 3ഉം ആണ്. 2ഉം 3ഉം അടുത്തടുത്ത് വരുന്ന സംഖ്യകളല്ലേ? 2ഉം 3ഉം എടുത്തു. വലിയ സംഖ്യ ഏതാ? 32, ചെറിയ സംഖ്യ 23, കുറച്ച ശേഷം കിട്ടിയ സംഖ്യ 9. 3ഉം 4ഉം എടുത്താലും വലിയ സംഖ്യ 43ഉം ചെറിയ സംഖ്യ 34, കുറച്ച ശേഷം 9 ആണ് കിട്ടുക. 4ഉം 5ഉം എടുത്തു കഴിഞ്ഞാൽ വലിയ സംഖ്യ 54, ചെറിയ സംഖ്യ 45, കുറച്ച ശേഷം കിട്ടിയ സംഖ്യ 9. കുറച്ച ശേഷം കിട്ടിയ സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? എല്ലാത്തിലും എന്താ കിട്ടുന്നത്? 9 ആണ് ഉത്തരം കിട്ടുന്നത് അല്ലേ? കാർഡുകളി. 1, 2, 3 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന എല്ലാ രണ്ടക്ക സംഖ്യകളും എഴുതുക. അപ്പൊ എന്ത് ചെയ്യണം? അക്കങ്ങൾ ആവർത്തിക്കാൻ പാടില്ല കേട്ടോ. അത് 1ഉം 2ഉം 3ഉം വെച്ചുണ്ടാക്കാവുന്ന രണ്ടക്ക സംഖ്യകളാണ് എഴുതേണ്ടത്. അപ്പൊ എന്തൊക്കെ എഴുതാം? 12, 13, 21, 23, 31, 32. ഏറ്റവും ചെറിയ സംഖ്യ ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 12. ഏറ്റവും വലിയ സംഖ്യ 32. ക്രമത്തിലാക്കാം. സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമത്തിൽ എഴുതുക. അത് നമ്മളിവിടെ എഴുതിയ സംഖ്യകളെ ചെറുതെന്ന് വലുതെന്ന രീതിയിൽ എഴുതുക. അപ്പൊ ആദ്യം 12, പിന്നെ 13, 21, 23, 31, 32. അപ്പൊ ഏറ്റവും വലിയ സംഖ്യ ഏതാ? 32. അടുത്ത നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് സെക്ഷനിൽ എത്തിയിരിക്കുകയാണ്. ചെയ്തു നോക്കാം. സംഖ്യാപടികൾ പൂർത്തിയാക്കാം. അടുത്തടുത്ത കളങ്ങളിൽ സംഖ്യകൾ കൂട്ടിയാണ് മുകളിലെ കളത്തിൽ എഴുതിയിരിക്കുന്നത്. ഇനി പടികൾ പൂർത്തിയാക്കൂ. അപ്പൊ ഇവിടെയും കൂട്ടലാണ് ചെയ്യേണ്ടത്. 3ഉം 4ഉം കൂട്ടി 7 എഴുതിയിട്ടുണ്ട്. 4ഉം 5ഉം കൂട്ടുക, ഉത്തരം എന്താ? 9. 5ന്റെ കൂടെ ഇവിടെ നോക്കൂ, 5ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 9 എന്ന് കണ്ടുപിടിക്കാൻ 5ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 11 എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 11 നിന്ന് 5 കുറയ്ക്കുക. 11 നിന്ന് 5 കുറയ്ക്കുമ്പോൾ എത്ര ഉത്തരം കിട്ടുക? 6 ആണ് കിട്ടുക അല്ലെ? ഇനി അടുത്തത് കൂട്ടുക. 7ഉം 9ഉം കൂട്ടുക, ഉത്തരം 16. 9ഉം 11ഉം കൂട്ടിയാൽ 20. തൊട്ട് മേലുള്ള കളത്തിലെ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കും? 16ഉം 20ഉം കൂട്ടുക, ഉത്തരം 36. ശുചീകരണ ഉപകരണങ്ങൾ വാങ്ങാനായി ഓരോ സംഘവും കടയിലെത്തി. അപ്പൊ ശുചീകരണ ഉപകരണം വാങ്ങാൻ ഓരോ സംഘവും കടയിലെത്തുകയാണ്. അപ്പൊ എന്താണ്? ഓരോന്നിന്റെ വിലയാണ് കൊടുത്തിരിക്കുന്നത്. ചൂല് 23 രൂപ, കോരി 20 രൂപ, ബ്രഷ് 44 രൂപ, ബാസ്കറ്റ് 69 രൂപ. വില ഏറ്റവും കുറഞ്ഞ സാധനം ഏത്? ഏറ്റവും വില കുറഞ്ഞ സാധനം ഏതാണ്? നോക്കൂ, ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? കോരിയാണ് അല്ലെ? 20 രൂപയുള്ളൂ. അപ്പൊ വില കുറഞ്ഞ സാധനം എന്താ? കോരി. വില ഏറ്റവും കൂടിയ സാധനം ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 69 രൂപ. ബാസ്കറ്റിനാണ് ഏറ്റവും വില കൂടുതൽ. മനീഷ് 44 രൂപയുടെ ബ്രഷും 23 രൂപയുടെ ചൂലും വാങ്ങി. രണ്ടിനും കൂടി എത്ര രൂപ കൊടുക്കണം? അപ്പൊ 44ഉം 23ഉം കൂടെ കൂട്ടുക, എത്രയാണ്? 67. ബക്കറ്റ് വാങ്ങാൻ അഖില കടയിലെത്തി. ഒരു വലിയ ബക്കറ്റിന് 75 രൂപ. അഖിലയുടെ കയ്യിൽ 50 രൂപയേ ഉള്ളൂ. ഇനി എത്ര രൂപ കൂടി ഉണ്ടെങ്കിലാണ് വലിയ ബക്കറ്റ് വാങ്ങാം? അതായത് ബക്കറ്റ് വാങ്ങാനാണ് അഖില കടയിലെത്തിയത്. ഒരു വലിയ ബക്കറ്റിന് 75 രൂപയാണ്. അഖിലയുടെ കയ്യിൽ 50 രൂപയേ ഉള്ളൂ. അപ്പൊ ഇനി എത്ര രൂപയും കൂടി വേണം? 75ന്ന് 50 രൂപ കുറയ്ക്കുക. 75 കുറയ്ക്കണം 50, ഉത്തരം 25. അടുത്ത ടോപ്പിക് പഴക്കട. രാജുവും ഫൈസലും പഴക്കടയിൽ എത്തി. അവർ 85 രൂപയ്ക്ക് പഴങ്ങൾ വാങ്ങി 100 രൂപ കൊടുത്തു. ബാക്കി എത്ര രൂപ കിട്ടും? അപ്പൊ 100 രൂപയിൽ നിന്ന് 75 രൂപ കുറയ്ക്കുക. 100ന്ന് 85 കുറയ്ക്കുക. ബാക്കിയൊക്കെ കാണാൻ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ 100ന്ന് 85 കുറച്ചാൽ ഉത്തരം എന്താ കിട്ടുക? നോക്കൂ, 100ന്ന് 85 കുറയ്ക്കുക, ഉത്തരം 15 ആണ് ഉത്തരം കേട്ടോ. 15 ആണ് ഉത്തരം കിട്ടുക.
എങ്ങനെയാണ് കുറയ്ക്കുന്ന രീതി എന്നാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് കുറയ്ക്കുക? നമുക്കറിയാം 100 എന്ന് പറയുന്നത് 100 രൂപ എന്ന് പറയുന്നത് ഒരു 3 അക്ക സംഖ്യയാണ് അല്ലെ. 100 എന്ന് പറയുന്നത് 3 അക്ക സംഖ്യയാണ്. അപ്പൊ ഇങ്ങനെയാണ് എഴുതേണ്ടത്. 85 നമ്മൾ ചെറിയ സംഖ്യയാണ് താഴെ എഴുതേണ്ടത്. അപ്പൊ 0 നിന്ന് 5 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ അടുത്ത സംഖ്യയിൽ നിന്ന് കടം വാങ്ങാൻ നോക്കി, അവിടെയും 0 തന്നെയാണ്. ഈ 0 1 നിന്നും കടം വാങ്ങി. അപ്പൊ ഇവിടെ 10 ആവുന്നു. ഈ 10 എന്ത് ചെയ്യും? ഇവിടെ 0 ആവും അല്ലേ. ഈ 10 ഒന്ന് ഇങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ 10 ആവും, ഇവിടെ എന്താവും? 9 ആവും. ഈ 10 നിന്ന് 5 കുറച്ചു, 5. 9 നിന്നും 1 കുറച്ചു, 9 നിന്ന് 8 അല്ലെ. 9 നിന്ന് 8 കുറയ്ക്കുകയാണ്. അപ്പൊ ഉത്തരം എന്താ? 1. ഉത്തരം 15. സിനിമോൾ 10 രൂപയ്ക്ക് പേരയ്ക്കയും 20 രൂപയ്ക്ക് പഴവും വാങ്ങി. അവൾ 50 രൂപ കടയിൽ കൊടുത്തു. ബാക്കി എത്ര രൂപ കിട്ടും? സിനിമോൾ 10 രൂപയ്ക്ക് പേരയ്ക്കയും 20 രൂപയ്ക്ക് പഴവുമാണ് വാങ്ങിയത്. അപ്പൊ എത്ര രൂപയ്ക്ക് അവൾ വാങ്ങി സാധനങ്ങള്? 10ഉം 20ഉം കൂട്ടുക. 10 20ഉം കൂട്ടിയാൽ 30 കിട്ടില്ലേ? 50 രൂപ കടയിൽ കൊടുത്തു. അപ്പൊ 50 നിന്ന് 30 കുറയ്ക്കുക. 50 നിന്ന് 30 കുറയ്ക്കുമ്പോൾ ഉത്തരം 20. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ പാഠം ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അധികമായാൽ എന്നുള്ള നമ്മുടെ മൂന്നാമത്തെ പാഠം കംപ്ലീറ്റ് ആയി. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായില്ലേ? ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതേപോലെ കമന്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്